ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഒരു ദരിദ്ര കുടുംബത്തിലാണ് ദാമു എന്ന കുട്ടി ജനിച്ചത്. ദാമുവിന് 8 വയസ്സുള്ളപ്പോൾ ഒരു മാരക രോഗം ബാധിച്ച് അവൻ്റെ മാതാപിതാക്കൾ മരണമടഞ്ഞു. അനാഥനായ ദാമുവിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും മുൻപോട്ട് വന്നില്ല. അവൻ താമസിച്ചിരുന്ന വീട് കൈക്കലാക്കുവാൻ ചില ആളുകൾ പരിശ്രമവും തുടങ്ങി. ദാമു സഹായം അപേക്ഷിച്ചപ്പോൾ ചിലരൊക്കെ കരുണയില്ലാതെ പറഞ്ഞു, നിന്നെക്കൊണ്ടൊരു പ്രയോജനവുമില്ല, പോയി ഭിക്ഷ തേണ്ടി ജീവിക്കൂ. നിസ്സഹായനായ ദാമു ദൈവത്തിൽ ആശ്രയിച്ചു. പ്രാർത്ഥനയിലൂടെ അവൻ അവൻ്റെ മനസ്സിൻ്റെ ഭാരം ദൈവത്തോട് അറിയിച്ചു. ഒരു ദിവസം ദാമു ഒരു പേപ്പർ എടുത്ത് ദൈവത്തിനൊരു കത്തെഴുതി. തൻ്റെ ആവശ്യങ്ങളായിരുന്നു ആ കത്തിൽ അവൻ എഴുതിയത്. നിഷ്കളങ്കനായ അവൻ കത്ത് എഴുത്തുപെട്ടിയിൽ നിക്ഷേപിച്ച് ദൈവത്തിൻ്റെ മറുപടിക്കായി കാത്തിരുന്നു. കത്തുകളുടെ വിലാസങ്ങൾ ഓരോന്നും പരിശോധിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ മേൽവിലാസത്തിലുള്ള ഒരു കത്ത് പോസ്റ്റ് മാസ്റ്ററെ അത്ഭുതപ്പെടുത്തി. ദൈവത്തിന് ആരോ കത്തയച്ചിരിക്കുന്നു, പക്ഷേ ദൈവത്തെ എങ്ങനെ ഈ കത്ത് ഏൽപ്പിക്കും? അത് അസാധ്യമാണ്. എന്തായാലും ഇത് ഒന്ന് തുറന്നു വായിക്കാം, അദ്ദേഹം തീരുമാനിച്ചു. കത്ത് വായിച്ച് പോസ്റ്റ് മാസ്റ്ററുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതിലെ വിവരങ്ങൾ ആർദ്രതയും മനസ്സലിവുമുള്ള ആരെയും ഭാരപ്പെടുത്തുന്നതായിരുന്നു. അന്ന് വൈകുന്നേരം ഭവനത്തിലെത്തിയ പോസ്റ്റ് മാസ്റ്റർ ആ കത്ത് തൻ്റെ ഭാര്യയെയും മകനെയും വായിച്ചു കേൾപ്പിച്ചു. ഇത്ര വേദനാജനകമായ അനുഭവങ്ങൾ ഉള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടെന്നോ? പോസ്റ്റ് മാസ്റ്ററുടെ ഭാര്യ വിതുമ്പി. നമുക്കവനെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? പോസ്റ്റ് മാസ്റ്ററും കുടുംബവും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആലോചിച്ചു. പോസ്റ്റ് മാസ്റ്ററുടെ തൊട്ടടുത്ത വീട്ടിൽ ദൈവഭക്തിയായ ഒരു വിധവ താമസിച്ചിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ദാമുവിൻ്റെ കത്ത് വായിച്ച ആ സ്ത്രീ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞു, ഈ കുട്ടിയെ ദത്തെടുത്ത് എൻ്റെ മകനായി വളർത്താൻ എനിക്ക് താല്പര്യമുണ്ട്. ദയവായി എന്നെ അതിന് സഹായിക്കുമോ? പോസ്റ്റ് മാസ്റ്റർ ദാമുവിനെ കണ്ടെത്തി ആ വിധവയുടെ അടുക്കൽ അവനെ എത്തിച്ചു. അന്നു മുതൽ ആ ഭക്തയായ സ്ത്രീ അവൻ്റെ മാതാവും ദാമു അവർക്ക് മകനുമായി. ദൈവത്തിൽ ആശ്രയിച്ച ദാമുവിനെ ദൈവം കരുതിയ വിധം എത്ര അതിശയകരമാണ്! ദൈവത്തിൻ്റെ പ്രവർത്തനം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിനും അപ്പുറമാണ്. ഇന്നത്തെ കുറിവാക്യത്തിലൂടെ പൗലോസിലൂടെ നമുക്ക് ദൈവം നൽകുന്ന ഒരു ഉറപ്പ് തൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്നാണ്. നാം ലജ്ജിതരാകുവാനോ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുവാനോ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി അവൻ ലജ്ജിതനാകുകയും നമുക്ക് വേണ്ടി നിന്ന വഹിക്കുകയും ചെയ്തു. സ്നേഹവാനായ ഒരു പിതാവ് ഒരിക്കലും തൻ്റെ മക്കൾ ആരുടെയും മുമ്പിൽ നിന്ദിക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയില്ല. യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല എന്നാണ് റോമർ 10:12 പറയുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മനുഷ്യരായ നാം വ്യവസ്ഥകൾ വെച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം അർത്ഥം ഇല്ലാതായി പോകുന്നത്. പലപ്പോഴും നാം അതിനായി ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. സ്വന്തത്തിലായാലും ബന്ധത്തിലായാലും നമുക്കൊപ്പം സമ്പത്തും പേരും ജോലിയും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായി ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുവാനായിരിക്കും പലരും ശ്രമിക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ വിലയും നിലയോ നോക്കാതെ തന്നെ മുഴുവനായി നമുക്ക് നൽകുവാനായിട്ടാണ് കന്യകമേരിയിൽ യേശു കർത്താവ് അവതാരം ചെയ്തത്. തങ്കിലേക്ക് വരുന്നവരെ അവർ ആരായിരുന്നാലും അവരെ അനുഗ്രഹിക്കുവാനും സമൃദ്ധമായ ജീവൻ അവർക്ക് നൽകുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. രക്ഷകൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുവാനായി ഒരുക്കത്തോടെ ആയിരിക്കുന്ന നാം യഥാർത്ഥമായി ആ രക്ഷകൻ്റെ സ്നേഹം രുചിച്ചറിയുവാനും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന കേൾവിയിലൂടെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ദിവ്യ ആലോചനകൾ ഞങ്ങൾക്ക് കാതിനിമ്പവും മനസ്സിന് കുളിർമയും ശരീരത്തിന് ബലവുമാക്കി തീർത്തതിനായി സ്തോത്രം. അങ്ങയിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല എന്ന ആശ്വാസവചനത്താൽ ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസത്തെങ്കിൽ ഞങ്ങളുടെ മനസ്സിന് ലഭിച്ചിരിക്കുന്ന ധൈര്യത്തിനായി നന്ദി. സത്യമായി അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥനാണെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.